നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശാലിനി, വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. പ്ലസന്റ് സർപ്രൈസ്? ഞാൻ ഇവിടെ ഉണ്ടെന്ന് നിനക്കറിയില്ലടാ ചേട്ടാ. എനിക്കറിയാമോ എന്ന് പറഞ്ഞാ ഞാൻ മധുരയിൽ പോരുന്നതിന് മുമ്പ് നല്ല വൃത്തിയായി നിന്നോട് പറഞ്ഞിരുന്നല്ലേടാ ചേട്ടാ തിരുവനന്തപുരത്തിന് ട്രാൻസ്ഫർ എന്ന്. ഓ, ഇപ്പൊ ഓർമ്മ വന്നു. ശാലിനി മാഡമാണോ എടുത്ത ചക്രവർത്തിനി എന്നും ഈ ജില്ലയിൽ വരുമ്പോ മുഖതാവിൽ ദർശനം നൽകണമെന്നും അരുളപ്പാടുണ്ടായിരുന്നു. അതെ, അങ്ങനെ തന്നെ. ഇവിടുത്തെ ചക്രവർത്തിനിയൊന്നും അല്ലെങ്കിലും ചെറിയൊരു ഇളമുറ തമ്പുരാട്ടിയായിട്ട് വരും ഞാൻ. എന്റെ അനുവാദമില്ലാതെ ഇവിടെ ചുറ്റിത്തിരിയുന്ന എന്തിനാന്നാ ഞാൻ ചോദിച്ചേ. അത് പിന്നെ എന്താടാ ചേട്ടാ, മദാമ്മമാരുടെ കോവളും തൃശൂർ പൂരവും ബേക്കൽ ഫോട്ടോ ഒക്കെ കാണിച്ച് കാശടിക്കുന്ന പരിപാടി വീണ്ടും തുടങ്ങിയോ? അതൊന്നുമല്ലെന്ന്. പിന്നെ വെള്ളിമുങ്ങി ഗജരാജമുത്തും ഇരുതല മൂരിയൊക്കെയാണോ? പൊന്നു മോനെ, എന്റെ കൈ തന്നെ വന്ന് വീഴുവേ, പറഞ്ഞില്ലെന്ന് വേണ്ട. അതൊന്നുമല്ല ശാലിനി. പിന്നെ നീ എന്തിനാ എന്റെ അടുത്ത് ഒളിച്ചു കളിക്കുന്നെന്നാ ഞാൻ ചോദിച്ചേ. ഇനി പഴയ കാമുകിമാര് വല്ലതുമാണോ? എന്റെ പെർമിഷൻ ഇല്ലാതെ അവരുടെ പിന്നാലെ പോവാൻ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ കൊന്നു കളയും ഞാൻ. പൊന്നു ശാലിനി, ഞാനൊന്ന് പറഞ്ഞോട്ടെ? ശരി, പറ. എടോ, ഒരു ബിസിനസ് ഡീൽ ഉണ്ടായിരുന്നു. കോടികൾ മറിയുന്നതാ. സമ്മതിച്ചു. പക്ഷേ ഇവിടെ വന്നിട്ട് എന്നെ കാണാതെ മുങ്ങുന്ന എന്തിനാന്നാ ഞാൻ ചോദിച്ചത്. ഇവിടെ ഞാനുണ്ടെന്നുള്ള കാര്യം മറന്നു പറഞ്ഞതേ, അത് കള്ളമാണെന്ന് മനസ്സിലായി. ദേവനെ എന്നെ എളുപ്പം മറക്കാൻ പറ്റില്ല എന്നും അറിയാം. എടോ, അത് വേറൊന്നുമല്ല. ഒരു കോക്ടെയിൽ പാർട്ടിയിൽ വെച്ചായിരുന്നു ബിസിനസ് ഡീൽ. പോരെ? അപ്പൊ 2 എണ്ണം വീശി അല്ലേ? അതെ, 2 എണ്ണം മാത്രം. ദേവാ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെയാ മാഡം ഞാൻ മാഡത്തെ കാണാൻ വരാതിരുന്നത്. ശരി, ഇനി എന്താ പരിപാടി? എന്തായാലും ഇന്ന് മടക്കമില്ല, സ്റ്റേ ആണ്. എന്നാ നമുക്ക് വീട്ടിലേക്ക് പോവാം. റിസോർട്ടിലാ സ്റ്റേ, പാക്കേജിന്റെ ഭാഗമാ. എങ്കിലും ഇവിടെ വന്നിട്ട് ദേവൻ വേറെ റൂം എടുത്ത് താമസിക്കാന്ന് പറഞ്ഞ. സാരമില്ല ശാലിനി, ഇയാളുടെ പരാതിയും പരിഭവമൊക്കെ തീർക്കാൻ കൂടി വേണ്ടിയാ ഞാൻ വന്നത്. ബിസിനസ് ഡീൽ മാത്രമല്ല മനസ്സില്. എങ്ങനെ പോകുന്നു ലൈഫൊക്കെ? കരയ്ക്ക് പിടിച്ചിട്ട് മീനിന്റെ അവസ്ഥ. ഒറ്റവാചകത്തിൽ വേണമെങ്കിൽ അങ്ങനെയും പറയാം. ജീവിതമില്ല, മരണവുമില്ല, പിടച്ചില് മാത്രം. അതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പറഞ്ഞില്ലേ, ശാരദമ്മയെ കാണാൻ വേണ്ടി കൂടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ വരുന്നുണ്ട് വീട്ടിലേക്ക്. ഞാൻ ദേവനല്ലേ പറയുന്നേ. ശരി, എന്നാലേ ഇയാൾ വിട്ടോ, എനിക്ക് 1-2 മീറ്റിംഗ്സ് കൂടിയുണ്ട്. വീട്ടിലേക്ക് വന്നിട്ടല്ലേ ദേവൻ മടങ്ങൂ? വരാന്ന് പറഞ്ഞില്ലേ? പിന്നെ മീറ്റിങ്ങുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പെഗിന്റെ എണ്ണവും കൂട്ടണ്ട. ഇല്ലടോ. ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.